ഏറെ പ്രത്യേകതകളോടെയാണ് ശബരിമലയിൽ പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 25 ശില്പികൾക്കൊപ്പം 1 മാസം കൊണ്ടാണ് ചെങ്ങന്നൂർ സ്വദേശിയായ മുഖ്യശില്പി മഹേഷ് പണിക്കർ പുതിയ നവഗ്രഹ ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നവഗ്രഹ ശ്രീകോവിലിന്റെ സവിശേഷതകൾ മുഖ്യശില്പി മഹേഷ് പണിക്കർ ജനം TV പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കുന്നു. മാളികപ്പുറത്ത് നിന്ന് മിഥുൻ മുരളിയുടെ റിപ്പോർട്ട്. ശബരിമലയിൽ മാളികപ്പുറത്തുള്ള പുതിയ നവഗ്രഹ ശ്രീകോവിലിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഏറെ പ്രത്യേകതകൾ പുതിയ നവഗ്രഹ ശ്രീകോവിലിനുണ്ട്. ചെങ്ങന്നൂർ സ്വദേശി മഹേഷ് പണിക്കരാണ് പുതിയ നവഗ്രഹ ശ്രീകോവിലിൻ്റെ മുഖ്യ ശില്പി. അദ്ദേഹം ജനം TVയോടൊപ്പം ചേരുന്നുണ്ട്. ഏറെ പ്രത്യേകതകൾ പുതിയ നവഗ്രഹ ശ്രീകോവിലിനുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ശരണം, ഞാൻ മഹേഷ് പണിക്കർ, ചെങ്ങന്നൂരാണ്. ഇത് ധാരാളം പ്രത്യേകതയുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം പഞ്ചവർഗമായിട്ടാണ്, 18 അംശം പഞ്ചവർഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഒറ്റ ശിലയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നാഗബന്ധനം എന്ന് പറഞ്ഞൊരു ഇതാണ്, ഞാനത് കാണിക്കാം, ഒരു മിനിറ്റ്. നാഗബന്ധനം എന്ന് പറഞ്ഞൊരു ലോക്കാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു ലോക്കാണിത്. ഈ രീതിയിലാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് 28 കഴുക്കോലുകളാണ് ഇതിൻ്റെ വിന്യസിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 28 കഴുക്കോലുകളായിട്ടാണ് ഈ മേൽക്കൂര വിന്യസിച്ചിരിക്കുന്നത്. അത് 28 നക്ഷത്രങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതായത് അഭിജിത്ത് നക്ഷത്രം ഉൾപ്പെടെ നമ്മൾ ഏകദേശം ആധുനിക കാലഘട്ടത്തിൽ അത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു നക്ഷത്രമാണ് അഭിജിത്ത്. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു നക്ഷത്രമാണ്. ഈ അഭിജിത്ത് കഴിഞ്ഞിട്ടാണ് തിരുവോണം ആരംഭിച്ച് മകരസംക്രമം ആരംഭിക്കുന്നത്. പഴയ സൂര്യസിദ്ധാന്തം, തൈത്തിരീയ സംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങളിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ഇവിടെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് 4 മുഖപ്പാണ് ഈ ശ്രീകോവിലിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കിഴക്കോട്ട് സൂര്യന്, പടിഞ്ഞാട്ട് ശനി, വടക്കോട്ട് ഗുരുവ്, തെക്കോട്ട് ചൊവ്വ, അങ്ങനെ മുഖപ്പുകളിൽ ഋഷി രൂപത്തിലുള്ള നവഗ്രഹങ്ങളെയാണ് നമ്മൾ കൊത്തിവെച്ചിരിക്കുന്നത്. പിന്നെ അകത്ത് നവഗ്രഹത്തിൻ്റെ നവകണ്ഠം തിരിച്ചിട്ട് നവഗ്രഹങ്ങളെ പ്രത്യേക രീതിയിൽ അവരുടെ കിരണങ്ങളെ അനുസരിച്ച് അത് ചെയ്തിട്ടുള്ളത്. അതും കാണാവുന്നതാണ്. അത്രയാണ് പ്രത്യേകത, നമ്മൾ നിർമ്മാണ രീതിയുമായിട്ട് പ്രത്യേകതയുള്ളത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പ്രത്യേകതകളുണ്ട് അല്ലേ? അതെ. എത്ര നാളുകൾക്കുള്ളിലാണ് ഇതിൻ്റെ നിർമ്മാണം? 1 മാസം കൊണ്ട്. അതായത് ഇവിടുത്തെ പ്രതിഷ്ഠാദിനമായിട്ട് അന്നാണ് നമ്മൾ ഇതിൻ്റെ പാതകം സ്ഥാപിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസത്തോളം സമയമായിട്ടുണ്ട്. 1 മാസം കൊണ്ട് വളരെ 10-25 പേരെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കാര്യം ഉത്തരായനത്തിൽ തന്നെ ചെയ്യാനായിട്ടുള്ളൊരു നിയോഗം ഉണ്ടായി. അതും ഈ ഗുരുപൂർണിമ ദിനത്തിൽ വളരെയധികം നിർവൃതികളാണ് നമ്മൾ ഒരു ശില്പി എന്നുള്ള നിലയിൽ. ജീവിതത്തിൻ്റെ മഹാഭാഗ്യമാണ്. അങ്ങയോടൊപ്പം 25ഓളം ആളുകളുണ്ട്. 25ഓളം ശില്പികളുണ്ടായിരുന്നു. വലിയൊരു ഭാഗ്യം സിദ്ധിച്ചതിൻ്റെ സന്തോഷത്തിലാണ്, നിർവൃതിയിലാണ് മഹേഷ് പണിക്കർ. ശബരിമലയിലെ നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഇനി 2 ദിവസം നടക്കുന്നത്. മാളികപ്പുറത്തു നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.